രേവതി വേണുവിന് ഭക്ഷണം എടുത്ത് കൊടുക്കാണ്. രേവതി പറയുന്നുണ്ട്, ഇനി ആ മൂർത്തി മരിച്ചാലേ ആ വീട്ടില് നമ്മുടെ മോൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടൂ. എന്താ രേവതി? അല്ല, എത്ര സ്വർണങ്ങളാ ആ നായനയ്ക്ക് കൊണ്ടുകൊടുത്തേന്ന് നിങ്ങൾക്കറിയോ? 100 പവനില് മുകളിലുണ്ടെന്നാ പറഞ്ഞത്. പിന്നെ മുത്തശ്ശൻ അപ്പോഴും ഇപ്പോഴും ഒക്കെ വാങ്ങിക്കൊടുത്ത നല്ല വിലപിടിപ്പുള്ള സ്വർണ അതാണ് ആ നായനയ്ക്ക് കൊണ്ടുകൊടുത്തത്. നമ്മുടെ മോളല്ലേ അവിടുത്തെ ഇളയ മരുമകള്. എന്നിട്ട് അവളുടെ മുൻപിൽ വെച്ചിട്ടാ അതാ നയനയ്ക്ക് കൊണ്ടുകൊടുത്തത്. അതൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. എല്ലാം നമ്മുടെ മോളുടെ പിടിപ്പുകേടാ. അവളുടെ അടുത്ത് എത്ര തവണയായി ഞാൻ പറയുന്നത് ആ അനിയെ ഒന്ന് സ്നേഹിക്കാനായിട്ട്. അവളെ പറഞ്ഞിട്ട് എന്താ വേണുവേട്ടാ? അവന്റെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദുവാ. പിന്നെങ്ങനാ നമ്മുടെ മോള് സ്നേഹിക്കുക? എനിക്ക് തോന്നുന്നേ അവര് ജീവിതത്തില് നമ്മൾ വിചാരിക്കുന്ന പോലെ ദാമ്പത്യ ബന്ധമൊന്നും നടക്കുന്നില്ല എന്നാ. അതൊന്നും ഇല്ലെങ്കിലും അവിടുന്ന് കിട്ടാനുള്ളത് നമ്മുടെ മോൾക്ക് കിട്ടണം. അല്ലെങ്കിലേ ഇവിടെ വന്ന് നിന്നാല് അവള് വിചാരിക്കുന്ന പോലെ അവളെ ഒരു കല്യാണം കഴിച്ചു വിടാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഞാൻ അതല്ല ആലോചിക്കുന്നത്. ആ കിളവനെന്താ ഇത്രയും വിവരമില്ലേ? ആ സ്വർണങ്ങളൊക്കെ ആ നായനയ്ക്ക് എന്തിനാ കൊണ്ടുകൊടുത്തത്? ഇനിയിപ്പൊ പറഞ്ഞിട്ടെന്താ വേണുവേട്ടാ? കൊണ്ടുകൊടുത്തില്ലേ? നീ പറയുന്നത് പോലെ അനന്തമൂർത്തി മരിച്ചിട്ടുണ്ടെങ്കിലും ആ കുടുംബത്തിലെ എല്ലാ സ്വത്തുക്കളും ആദർശനുള്ളതായിരിക്കും. ആദർശ് തീരുമാനിക്കും ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണമെന്ന്. അങ്ങനെ ഒറ്റയ്ക്കൊക്കെ തീരുമാനിക്കാൻ പറ്റുമോ വേണുവേട്ടാ? അതിലിപ്പോ എനിക്കും അവകാശമില്ലേ? മുത്തശ്ശന്റെ സ്വത്തുക്കളൊക്കെ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ ആദർശിനും ജയനും അജയനും ഒക്കെ അറിയാം. അവരൊക്കെ ഒറ്റക്കെട്ടല്ലേ? എന്നാ ആ കെട്ടൊക്കെ നമുക്ക് പിരിക്കണം. മുത്തശ്ശൻ മരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ ആണുങ്ങളെ തമ്മില് തെറ്റിക്കണം. എന്നാ മാത്രമേ നമ്മൾ വിചാരിച്ച കാര്യം നടക്കൂ എന്ന് വേണു രേവതിയോട് പറയുന്നുണ്ട്. പിന്നീടായിട്ട് കനക ജോത്സ്യനെ കാണാനായിട്ട് പോവാണ്. അങ്ങനെ ജോത്സ്യൻ രാശി വെച്ച് നോക്കുന്നുണ്ട്. മൂത്ത മകളുടെ ജീവിതം ഇങ്ങനെ തട്ടിമുട്ടിയും അങ്ങ് പോവും. രണ്ടാമത്തെ മോളുടെ കാര്യത്തില് പിന്നെ ആശങ്കയൊന്നും വേണ്ട. ചേരേണ്ടവര് തന്നെയാ ചേർന്നിരിക്കുന്നേ. ആ കുട്ടിക്ക് കുഞ്ഞുങ്ങളായി ഒരുപാട് കാലം സന്തോഷത്തോടെ ഭർത്താവിന്റെ കൂടെ ജീവിക്കാനുള്ള യോഗമുണ്ട്. പിന്നീട് അറിയേണ്ടത് ഇളയ മോളുടെയാണല്ലോ രാശി വെച്ച് നോക്കുന്നേ. ആ ജോത്സ്യരെ മോളുടെ കല്യാണം എങ്ങനെയാ എന്നൊക്കെ അറിയാനാ ഞാൻ വന്നത്. കല്യാണക്കാരൻ പറയുവാണെങ്കിൽ കുട്ടിക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ? അത് ചോദിച്ചാ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ ഇല്ല. അങ്ങനെയല്ലല്ലോ കാണുന്നത്. മോളുടെ മനസ്സിൽ ഇപ്പോഴൊരാളുണ്ടല്ലോ. ഏയ് ഇല്ല ജോത്സരെ, അങ്ങനെയൊന്നും വരാനുള്ള ഒരു വഴിയുമില്ല. അവര് തമ്മില് ഇഷ്ടത്തിലായിരുന്നു. ഇപ്പോ അവര് തമ്മിൽ അങ്ങനെയൊന്നുമില്ല. ആ ചെറുക്കന്റെ കല്യാണം കഴിഞ്ഞു. ഇപ്പോ അവര് തമ്മില് അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നുമില്ല ജോത്സരെ. ഈ സമയത്ത് ജോത്സ്യൻ വീണ്ടും രാശി നോക്കുന്നുണ്ട്. അപ്പൊ പിന്നീട് ജോത്സ്യൻ പറയുന്നുണ്ട്, എന്താ അപ്പൊ ഇങ്ങനെ കാണിക്കുന്നേ? ഇതില് കാണിക്കുന്നത് മോളുടെ മനസ്സിലുള്ള ആ ചെക്കൻ തന്നെയാ മോളെ കല്യാണം കഴിക്കാൻ പോകുന്നത്. എങ്ങനെയെങ്കിലും അവര് തമ്മിലുള്ള കല്യാണം നടക്കും. അതെങ്ങനെയാ ജോത്സരെ? ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു, പിന്നെ എങ്ങനെയാ അവര് തമ്മിലുള്ള കല്യാണം നടക്കുക? നിങ്ങൾ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്നും കൂടി നോക്കിയതാ. എന്നാ കാണുന്നത് അവര് തമ്മിൽ തന്നെ കല്യാണം കഴിക്കും. എങ്ങനെയെങ്കിലും അവൻ നിങ്ങളുടെ മകളുടെ മുൻപിലോട്ട് വരും. അങ്ങനെ അവർ ഒന്നിക്കും എന്ന് ജോത്സ്യൻ പറയാണ്. ഇത് കേട്ട് ഒരു ഞെട്ടലോടുകൂടി കനക അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ കനക ജോത്സ്യന് പൈസ കൊടുക്കാണ്. എന്നാ ജോത്സ്യൻ ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞത് വിഷമായി അല്ലേ? മോളുടെ കല്യാണം നടക്കില്ല എന്നല്ലല്ലോ പറഞ്ഞത്. ആ കുട്ടിയുമായിട്ട് മോളുടെ കല്യാണം നടക്കും. എന്തായാലും അവര് തന്നെയാ ഒന്നിക്കേണ്ടത്. ഇത് കേട്ട് കനക ആകെ ടെൻഷനിലായിരിക്കും. നയനയോട് കനക എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അമ്മേ, അപ്പോ ജോത്സ്യൻ അങ്ങനെയാണ് പറഞ്ഞേ. ഒരിക്കലും അയാൾ പറഞ്ഞാ അത് നടക്കാതിരിക്കില്ല. അച്ചട്ടാ പറഞ്ഞ. അപ്പോ നന്ദുവും അനിയും തമ്മില് കല്യാണം നടക്കുമെന്നാണോ മോള് പറയുന്നേ? ഇതൊക്കെ കേട്ട് നന്ദു പുറത്തു തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയല്ല അമ്മേ, ഒരിക്കലും ആ കല്യാണം നടക്കരുത്. അവരൊന്നിക്കാൻ പാടില്ലമ്മേ. അവിടെ അനിയും അനാമികയും എപ്പോഴും വഴക്കാ. എന്നാലും മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാവരുടെയും പ്രാർത്ഥന അവരൊന്നിച്ച് നല്ല സന്തോഷത്തോടെ ജീവിക്കണമെന്നാ. എനിക്കാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ വരുമ്പോ നന്ദുവിനെ കാണുമ്പോ ഒരു പ്രത്യേക സന്തോഷാ. അതുപോലെ തന്നെയാ നന്ദുവിന് തിരിച്ചും. എന്ന് കരുതി നമുക്ക് ഈ ബന്ധം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അമ്മേ. അവരിപ്പോ അകന്ന് കഴിയുന്നത് തന്നെയാ നല്ലത്. ശരിയാ, ഇനി അനി ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സംസാരോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുത്. അവരുടെ ഇടയിൽ ഇപ്പൊ പോകുന്ന പോലെ തന്നെ മുന്നോട്ട് പോകണം. നന്ദുവിനോടും അനിയോടും നമ്മൾ ചെയ്തത് വലിയ തെറ്റാണമ്മേ. ഇപ്പോ എനിക്കത് തോന്നുന്നുണ്ട്. അമ്മ പറഞ്ഞ പോലെ ഒരു കുടുംബത്തിൽ നിന്ന് 3 മക്കളും അങ്ങോട്ട് മരുമകളായി പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. എന്നാ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അത് തന്നെയായിരുന്നു ശരി. അങ്ങനെ നന്ദു ആ വീട്ടിലോട്ട് കല്യാണം കഴിഞ്ഞു പോയാ അവളും അമ്മായിമ്മയും തമ്മിൽ എപ്പോഴും വഴക്കായിരിക്കും.
മോൾക്കറിയാലോ, അനിയും നന്ദുവും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞതിന് ശേഷം ഇളയമ്മയ്ക്ക് മോളോട് സ്നേഹം കുറഞ്ഞത്. ഇപ്പോ നിങ്ങൾ ശത്രുക്കളെ പോലെയല്ലേ ആ വീട്ടിൽ കഴിയുന്നേ. എത്രമാത്രം സ്നേഹിച്ചതാ ഇളയമ്മ നിന്നെ. അതൊക്കെ ശരിയാ അമ്മേ. എന്നാലും അനിയുടെ ജീവിതം ഓർക്കുമ്പോ എനിക്കതായിരുന്നു ശരിയെന്നാ ഇപ്പൊ തോന്നുന്നേ. ഇനി അമ്മയായിട്ട് നന്ദുവിനോടും അനിയോടും ഇതൊന്നും പറയണ്ട. ഇനി നമ്മളായിട്ട് ഇതിനൊരു തുടക്കം ഇട്ട് കൊടുത്താ പിന്നെ പിടിച്ചാ കിട്ടില്ലമ്മേ എന്ന് നയന പറയണം. ഇതൊക്കെ കേട്ട് നന്ദുവിന് ഒരുപാട് സങ്കടാവുന്നുണ്ട്. നന്ദു അങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ കനക പുറത്തോട്ട് വരുമ്പോ നന്ദുവിനെ കാണുകയാണ്. എല്ലാം കേട്ടോ എന്നോർത്ത് കനക ടെൻഷനിലായിരിക്കും. മോളെന്താ ഇവിടെ നിൽക്കുന്നേ? ഒന്നുമില്ലമ്മേ, ഞാനിങ്ങനെ ചുമ്മാ നിന്നതാ. അമ്മ ജോൽസിനെ കണ്ട് എപ്പോഴാ വന്നേ? ഞാനിതാ ഇപ്പൊ വന്നേ ഉള്ളൂ. എന്താ ജോൽസിന് എന്താ പറഞ്ഞേ? മോളുടെ കല്യാണക്കാരി നോക്കാനാ ഞാൻ പോയത്. ജോൽസൻ പറഞ്ഞത് ഇനി പെട്ടെന്ന് തന്നെ കല്യാണം നടത്തായെന്നാ. ഇനി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മോൾ സമ്മതിക്കണം. മോളുടെ കല്യാണം എത്രയും വേഗം നടന്നു കാണാൻ അമ്മയ്ക്കും അച്ഛനും ഒരുപാട് ആഗ്രഹമുണ്ട്. എന്തായാലും എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. അതെന്താ മോളെ? എനിക്ക് വേണ്ട. ഇനിയിപ്പോ ജോൽസിനൊരു മകളുണ്ടല്ലോ, അവളെ പിടിച്ച് കല്യാണം കഴിപ്പിക്കട്ടെ, അല്ലാതെ എനിക്ക് കല്യാണം വേണ്ട എന്നും പറഞ്ഞ് നന്ദു ദേഷ്യത്തോടു കൂടി പോവാണ്. കനകയാണെങ്കിൽ ഇതൊക്കെ കേട്ട് ആകെ സങ്കടത്തിൽ നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അനി പുറത്തു വന്ന് ഇരിക്കുകയായിരിക്കും. അങ്ങോട്ടേക്ക് ആദർശ് വരുന്നുണ്ട്. എന്താ അനി, 2 ജ്വല്ലറി ഇപ്പൊ നിന്നെ ഏൽപ്പിച്ചിരിക്കുക. നീയ് അങ്ങോട്ടൊന്നും പോകുന്നു കാണുന്നില്ലല്ലോ. ഏട്ടാ ഇന്ന് പോണം. അല്ല, അവിടെ എല്ലാം നോക്കാൻ പ്രാപ്തിയുള്ള ആൾക്കാർ തന്നെയാ എന്ന് കരുതി നമ്മൾ അങ്ങോട്ട് പോവാതിരിക്കരുത്. ഇടയ്ക്കൊക്കെ നമ്മൾ പോണം, കാര്യങ്ങളെല്ലാം അന്വേഷിക്കണം. ഏട്ടാ ഞാൻ നോക്കിക്കോളാം. ഏട്ടൻ എങ്ങോട്ടാ പോകുന്നേ? ഞാന് നയനെ കാണാനാ. ഏട്ടത്തിയുടെ അടുത്തോടാണോ? എന്നാ ഞാനും കൂടെ ഉണ്ട്. ഏട്ടത്തിയെ കണ്ടിട്ട് കുറെ നാളായി. വേണ്ട മോനെ, നീ എന്തായാലും അങ്ങോട്ട് പോരണ്ട. നിന്റെ ഭാര്യയ്ക്ക് നയനയുടെ വീട്ടിലോട്ട് പോകുന്നത് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് നീ പോണ്ട. അങ്ങനെയൊന്നും നോക്കണ്ട ഏട്ടാ. അവള് പറയുന്നത് കേട്ടാലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തമ്മിൽ ഇപ്പോഴും പ്രശ്നങ്ങളാണോ മോനെ? എന്താ നിങ്ങളിങ്ങനെ? നിങ്ങൾ പരസ്പരം നല്ല സ്നേഹത്തോടെ കഴിയുമ്പോഴല്ലേ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. എങ്ങനെയാ അവളുമായിട്ട് അടുക്കാനൊരു അവസരം പോലും എനിക്ക് കിട്ടുന്നില്ല. ഇപ്പോ അവളുടെ സ്വഭാവത്തില് പഴയതിനേക്കാ വലിയ മാറ്റങ്ങളാ. വല്യമ്മ ഏട്ടനെയും ഏട്ടത്തെയും മലയ്ക്ക് പോവാൻ മാലയിട്ടപ്പോ വേറെ കെടുത്തി. എന്നാ അനാമികയെയും എന്നെയും ആരും അങ്ങനെ പറഞ്ഞു കണ്ടില്ല. കുറച്ചുനാള് അവളെ വീട്ടിൽ പോയി നിന്നപ്പോ എനിക്ക് ഒരുപാട് സമാധാനമായിരുന്നു. ഇപ്പൊ ഇതാ വീണ്ടും വന്നു സമാധാനം കെടുത്താനായിട്ട്. മോനെ അങ്ങനെയൊന്നും പറയല്ലേ. ഇങ്ങനെ പോവാണെങ്കിൽ അനാമിക സ്ഥിരമായിട്ട് അവളുടെ വീട്ടിൽ തന്നെ പോയി നിൽക്കും. അങ്ങനെയാണെങ്കിലേ എനിക്ക് ഒരുപാട് സമാധാനമായേനെ. എന്താടാ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് ആദർശ് പറയാണ്. അങ്ങനെ ആദർശിനോട് പറയുന്നുണ്ട്, ഞാനും ഉണ്ട് ഏട്ടത്തിയെ കാണാൻ എന്നും പറഞ്ഞ് ആദർശവും അനയും കൂടെ നയനയെ കാണാനായിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ വണ്ടി ഇറങ്ങുന്ന സമയത്ത് നന്ദു സന്തോഷത്തോടു കൂടി നിൽക്കാണ്. ഗോവിന്ദനോട് പറയുന്നുണ്ട്, അച്ഛാ ആദർശേട്ടൻ വരുന്നുണ്ട്. അനിയും കൂടെ കാണുന്നുണ്ട് കേട്ടോ. അനിയെ കാണുമ്പോൾ നന്ദുവിന് ഒരുപാട് സന്തോഷം. അങ്ങനെ അനിയുടെ മുഖത്തോട്ട് നന്ദു ഇങ്ങനെ നോക്കുന്നുണ്ട്. ആദർശേ ഇരിക്ക്, അനി മോനും ഇരിക്ക്. അച്ഛനിപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ? എന്തിനാ മോനെ? ആ സമയത്ത് നയന മോളെ ആംബുലൻസിലൊക്കെ കൊണ്ട് ഇറക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടം തോന്നി. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എനിക്കിപ്പോൾ മോനോട് ഒരു ദേഷ്യവുമില്ല. അല്ല നന്ദു, നീ ഇങ്ങനെ നിന്നാ മതിയോ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഓഫീസിൽ ജോലി തരാമെന്ന്. അത് വേണ്ട മോനെ. അവിടെ വന്ന് നന്ദു ജോലി ചെയ്താ വീണ്ടും പ്രശ്നങ്ങളാവും. അതുകൊണ്ട് വേണ്ട. അങ്ങനെയൊന്നും ഇല്ല അച്ഛാ. ഇപ്പോ അനി എൻ്റെ ഓഫീസിലല്ല, അവന് വേറെയാ. ഇനിയിപ്പോ നയന അസുഖമൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ അവളെയും ഓഫീസിലോട്ട് കൊണ്ടുവരണം. അപ്പൊ പിന്നെ ചേച്ചിക്കും അനിയത്തിക്കും ഒരുമിച്ച് വർക്ക് ചെയ്യാലോ എന്നൊക്കെ ആദർശ് പറയാണ്. വേണ്ട ആദർശേട്ടാ, എനിക്ക് താല്പര്യമില്ല. മോള് പറയുന്നത് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി മോളെന്നെ കണ്ടെത്തിക്കോളാം എന്നാ. അപ്പൊ നീ അച്ഛനെ ബുദ്ധിമുട്ടിക്കാൻ തന്നെയാ പരിപാടി അല്ലേ? അച്ഛൻ ഇത്രയൊക്കെ പ്രായമായില്ലേ, ഇനി അച്ഛനെ വെറുതെ ഇരുത്തണ്ടേ? എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല മോനെ. 2 അറ്റാക്ക് കഴിഞ്ഞു, അത് മാത്രമേ ഉള്ളൂ. അച്ഛാ എന്നാ ഞാൻ നയനയെ ഒന്ന് പോയി കാണട്ടെ. നിങ്ങൾ പോയി കാണ്. അങ്ങനെ അനിയും ആദർശും നയനയെ കാണാനായിട്ട് ഉള്ളിലോട്ട് പോവാണ്. നന്ദുവിന്റെ അടുത്ത് ഗോവിന്ദൻ ഒന്നും കൂടെ ചോദിക്കുന്നുണ്ട്, ആദർശ് മോൻ പറഞ്ഞ പോലെ മോൾക്ക് അവിടെ ജോലിക്ക് പോകണോ? വേണ്ട അച്ഛാ, എനിക്കതിന് തീരെ താല്പര്യമില്ല. എന്നാ മോളുടെ ഇഷ്ടം എന്ന് ഗോവിന്ദൻ പറയാണ്. നയന ആദർശിനെയും അനിയെയും ഒരുമിച്ച് കാണുമ്പോൾ ഇന്ന് 2 പേരും കൂടിയാണല്ലോ വന്നിരിക്കുന്നേ. ഏട്ടന്റെ കൂടെയെങ്കിലും എനിക്ക് ഏട്ടത്തിയെ കാണാൻ ഇങ്ങോട്ട് വരണ്ടേ? അങ്ങനെയും വരണ്ട എന്നാ ഞാൻ പറയൂ മോനെ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ പ്രതിയാവുന്നത് മോൻ്റെ ഏട്ടൻ കൂടെയായിരിക്കും. നന്ദുവിനെ കാണാനായിട്ട് മോനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാണെന്ന് അനാമിക പറയും.
അങ്ങനെ പറയുന്നവരെയൊന്നും വായ അടച്ചു വെക്കാൻ പറ്റില്ല നയനെ എന്ന് ആദർശ് പറയുന്നുണ്ട്. അങ്ങനെയല്ല, ആദർശേട്ടന് ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയാൽ പിന്നീട് ആദർശേട്ടനും ആ പെൺകുട്ടിയും തമ്മിൽ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും എനിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നും. അതുപോലെ തന്നെയാ അനാമികയ്ക്കും തോന്നുന്നത്. എൻ്റെ അത്ര പക്വതയും പ്രായമൊന്നും ഇല്ലാത്ത കുട്ടിയാ. അപ്പൊ പിന്നെ അനാമികയുടെ കാര്യം പറയണോ? നിങ്ങളുടെ ജീവിതം കാണുമ്പോൾ എനിക്ക് എൻ്റെ ഈ ആദർശേട്ടൻ്റെയും തുടക്കത്തിലെ ജീവിതം പോലെയാ തോന്നുന്നത്. നിന്റെ ആദർശേട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നതിൻ്റെ കുറച്ചു നേരം മുൻപെയാ എന്നെ കണ്ടത്. അതുപോലെയൊന്നും അല്ലല്ലോ ഏട്ടത്തി എൻ്റെ കാര്യം. ആ അനാമിക എൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്തല്ലേ എൻ്റെ ജീവിതത്തിലോട്ട് കയറി വന്നത്. അങ്ങനെയൊന്നും പറയണ്ട നീ. നിന്റെ കവിത വായിച്ച് ഇഷ്ടപ്പെട്ട് നിനക്കൊരു കത്തയച്ചു. ആ കുട്ടി ആരാണെന്നറിയാൻ നീ ആ കുട്ടിയെ അന്വേഷിച്ചു പോയതല്ലേ. അതിലൊരു ചതിയുണ്ടെന്ന് എനിക്ക് പിന്നീടല്ലേ ഏട്ടത്തി മനസ്സിലായത് എന്നാ ആദർശ് പറയുന്നുണ്ട്. എനിക്ക് അവരുടെ കാര്യത്തിൽ എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ സാമ്പത്തികമൊന്നും അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ ഏട്ടത്തി, എനിക്കൊരു കാറ് തന്നല്ലോ. ആ കാറ് ഞാൻ അന്ന് കണ്ടതാ. പിന്നീട് ആ കാറ് ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്താണീ, കാറിലൊന്നും അല്ലല്ലോ കാര്യം, അവരുടെയൊക്കെ സ്നേഹം. അത് മതിയില്ലേ നമുക്ക്. എന്നാ ഏട്ടനും ഏട്ടത്തെയും സംസാരിക്ക് എന്നും പറഞ്ഞ് അനി പുറത്തോട്ട് പോകുന്നുണ്ട്. ആദർശേട്ടാ, അനിയും അനാമികയും നല്ല രീതിക്ക് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെന്നല്ലേ എല്ലാവർക്കും ആഗ്രഹം. അനി ബന്ധം പിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ വയ്യാത്ത കാരണ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ പിന്നെ ആദർശേട്ടൻ എന്തിനാ അവന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്? അവനെ പറഞ്ഞ് മനസ്സിലാക്കി അനാമികയെയും അനിയെയും സ്നേഹിപ്പിക്കണം. അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അവര് തമ്മിൽ ഇന്നേ വരെ സ്നേഹത്തോടൊന്ന് സംസാരിക്കുന്ന പോലും ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ പോലും ഒരുമിച്ചിരിക്കുന്ന കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ അതൊക്കെ ശരിയാവും? അവര് തമ്മിൽ നല്ല രീതിക്ക് മുന്നോട്ട് പോകണം. അത് തന്നെയാ എൻ്റെ ആഗ്രഹം. നന്ദു ആയിരുന്നെങ്കിൽ ഇപ്പോൾ അനിയുടെ ജീവിതം നന്നായേനെ. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നന്ദുവിൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് സ്നേഹിച്ച ആളെന്ന ആ ഒരു സ്നേഹം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അവനെ കാണുമ്പോഴും ആ ഒരു സ്നേഹം കാണിക്കുന്നുണ്ട്. ഇനി നമ്മളായിട്ട് ഒന്നിനൊരു തുടക്കം കുറിച്ച് കൊടുക്കണ്ട. അവരിതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് സങ്കടപ്പെടും. അങ്ങനെ നയന ആദർശിൻ്റെ അടുത്ത് പറയാണ്. പിന്നീടായിട്ട് അനി പുറത്തോട്ട് പോകുന്ന സമയത്ത് നന്ദുവിനെ കാണാണ്. നന്ദു അനിയുടെ മുഖത്തോട്ട് തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അനി, നിനക്ക് ചായ തരട്ടെ? വേണ്ട, ഞാൻ കുടിച്ചിട്ടാ വന്നേ എന്ന് അനി പറയുന്നുണ്ട്. അത്ര മാത്രമേ തമ്മിൽ സംസാരിക്കുന്നുള്ളൂ. അങ്ങനെ രണ്ടുപേരും എതിരെ നടന്നു പോവാണ്. അനിയും അനാമികയും തിരികെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. രണ്ടുപേരും പറയാതെ അവരുടെ ഇഷ്ടങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന പോലെയാണ് നോക്കുന്നത്.